മാങ്കൂട്ടത്തിലിനെ വെളുപ്പിക്കാനുള്ള 18 അടവും പയറ്റുന്ന ഫാൻസുകാർ കിട്ടിയ അവസരം മുതലാക്കുന്നതാണ് വൈപ്പിൻ MLA-യെയും ഷൈൻ ടീച്ചറെയും ചേർത്തുള്ള അപവാദ പ്രചാരണം. മാങ്കൂട്ടത്തിനെതിരെ വാളെടുത്ത CPM-ന് സ്വന്തം പാളയത്തിൽ അവിഹിതമുണ്ടായിട്ട് മിണ്ടാട്ടമില്ലെന്ന് കാട്ടാനുള്ള വ്യഗ്രത പക്ഷെ തിരിച്ചടിച്ചു. MLA-യും ഷൈൻ ടീച്ചറും പരസ്യമായി പ്രതികരിച്ചതോടെ മാങ്കൂട്ടത്തിൽ ടീം മാളത്തിലൊളിച്ചു. CPM വനിതാ നേതാവ് KJ ഷൈൻ, വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ എന്നിവരെ ചേർത്ത് അപവാദ കഥ മെനഞ്ഞത് ആരാണെന്ന തർക്കം തുടരുമ്പോഴും ഇതിൽ നഷ്ടം നേരിട്ടത് കോൺഗ്രസുകാർക്കാണ്. CPM-ൽ നിന്ന് തന്നെയാണ് നേതാക്കൾക്കെതിരെ ഇല്ലാക്കഥ പരത്തിയത് എന്ന് കോൺഗ്രസ് പറഞ്ഞൊഴിഞ്ഞെങ്കിലും വിശ്വാസയോഗ്യമായിട്ടില്ല. കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ മാങ്കൂട്ടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പകരം എന്ന രീതിയിലാണ് അപവാദ കഥ ഏറ്റെടുത്തത്. ജിൻഡോ ജോണിനെ പോലെയുള്ള നേതാക്കൾ വൈപ്പിനിൽ CPM ഇനി ഷൈൻ ചെയ്യില്ല എന്ന പോലെ ദ്വയാർത്ഥവുമായി വെറുപ്പിച്ചു. ഷൈൻ ടീച്ചറും MLA-യും പരസ്യമായി രംഗത്തെത്തിയതോടെ പല കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നും പോസ്റ്റുകൾ അപ്രത്യക്ഷമായി. പരാതി കൊടുക്കാൻ പോലും ഷൈൻ ടീച്ചർ തയ്യാറായതോടെ മാങ്കൂട്ടത്തിലിനെ വെളുപ്പിക്കാൻ ഇറങ്ങിയവർക്ക് ഇരട്ടി പ്രഹരം. മാങ്കൂട്ടത്തിനെതിരെ കള്ള ആരോപണം എന്ന് പറയുന്നവരോട് ഒറ്റ ചോദ്യം: KJ ഷൈൻ ചെയ്തതുപോലെ ആരോപണം പരസ്യമായി നിഷേധിക്കാനും കേസ് കൊടുക്കാനും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാവുമോ? CPM സൂക്ഷിക്കുക, വരാൻ പോകുന്ന വെളിപ്പെടുത്തൽ താങ്ങില്ല എന്ന് VD സതീശൻ വെല്ലുവിളിച്ചിട്ട് ആഴ്ചകളായി ഒന്നും സംഭവിച്ചില്ല. ഷൈൻ ടീച്ചർക്കെതിരെ വന്നത് സതീശൻ ബോംബാണോ? അതിനും സതീശന് മറുപടി പറയേണ്ടി വന്നു. ഇല്ലാ കഥകൾ പറഞ്ഞ് പൊതുപ്രവർത്തകരെ അപമാനിക്കുന്നത് അത് ഏത് പാർട്ടിയാണെങ്കിലും നിർത്തണം. KJ ഷൈനെ അത്രമാത്രം അവഹേളിക്കുകയായിരുന്നു കോൺഗ്രസ് സൈബർ പോരാളികൾ. മാങ്കൂട്ടത്തിലിനെയും ഷൈൻ ടീച്ചറെയും താരതമ്യപ്പെടുത്താനുള്ള ശ്രമവും പൊളിഞ്ഞടുങ്ങി. മാങ്കൂട്ടത്തിലിന് തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ അവസരമുണ്ട്. അത് ചെയ്യാതെ ഫാൻ ബോയികളെ ഇറക്കി സ്വയം അപഹാസ്യനാകരുത്.